നമസ്തേ, എൻ്റെ പേര് കൃഷ്ണന്തു. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ഈ വർഷത്തെ 4ാമത്തെ വാഗ്വതിയാണ്. ഏതൊരു ശുഭകാര്യം നടക്കുമ്പോൾ ഈശ്വരത്തിൻ്റെ അനുഗ്രഹം വേണം. അതിനാൽ ഈശ്വര പ്രാർത്ഥനയായി വൈകേശിനെ ഇവയിലിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ശം നോ മിത്ര ശം വരുണഃ ശം നോ ഭവത്വര്യമഃ ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. വൈകേശൻ നന്ദി. ഇനി സമയം മാറ്റി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മാഷിനും ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും എൻ്റെ വിനീതമായ സ്വാഗതം. അടുത്തതായി ഇനി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്ന ആറന്മുള കൃഷ്ണനെ ഇവരിട്ട് ഞാൻ ക്ഷണിക്കുന്നു. നമസ്തേ, എൻ്റെ പേര് ആറന്മുള കൃഷ്ണ. ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വിക്ടോറിക്കൽ സ്റ്റോറീസിൽ നിന്നെടുത്ത ഒരു കഥയാണ്. ദൈവികമായ അമ്മ മഹാലക്ഷ്മിയുടെ ജനനം. ഒരു ദിവസം ദുർവാസ മഹർഷി വഴിയിലൂടെ നടന്നു വരികയായിരുന്നു. മഹർഷിയുടെ കയ്യിൽ ഒരു പൂമാലയുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം കൂടെ ഇന്ദ്രദേവനും ഉണ്ടായിരുന്നു. ഐരാവതനെ വെള്ളിയായിരുന്നു. അപ്പോൾ ദുർവാസ മഹർഷി വിചാരിക്കുകയാണ് ഈ മാല ഇന്ദ്രദേവന് കൊടുക്കാമെന്ന്. അങ്ങനെ ഇന്ദ്രദേവൻ വന്നു ഈ മാല ഇന്ദ്രദേവന് കൊടുക്കണം. അപ്പോൾ ഇന്ദ്രദേവൻ വേറെ രീതിയിൽ ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ ആ മാല എടുത്ത് ഐരാവതത്തിൻ്റെ കൊമ്പുമായിട്ടാണ്. അപ്പോൾ നല്ല സുഗന്ധമൊക്കെ ഉള്ളൊരു പൂമാലയാണ്. അപ്പോൾ അതിൽ ഓരോ പ്രാണികൾ ഒക്കെ വന്നിരുന്ന് ആനയ്ക്ക് ഭയങ്കര ശല്യം. അപ്പോൾ ഐരാവതം എന്ത് ചെയ്യാണ്, തുമ്പിക്കൈ കൊണ്ടെടുത്ത് ആ മാല നിലത്തിട്ട് ചവിട്ടാണ്. അപ്പോൾ ഇത് കണ്ടിരുന്ന ദുർവാസ മഹർഷി വളരെ കോപമുട്ടു. അപ്പോൾ വളരെ ദേഷ്യം വന്ന ദുർവാസ മഹർഷി എന്ത് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പറ. ശരിയാണ്, ശപിച്ചു. ആ ശാപം ഇങ്ങനെയായിരുന്നു: നിന്റെ ഈ അഹങ്കാരം കൊണ്ടുള്ള പ്രവൃത്തി കാരണം നിന്റെ ഐശ്വര്യവും ധനവും അറിവും എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടെ. ഇതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിനക്ക് വേണമെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട ഇന്ദ്രദേവന് തന്റെ തെറ്റ് മനസ്സിലാക്കി മഹർഷിയുടെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, ശരി, മഹാവിഷ്ണു വരും മഹാലക്ഷ്മിനെ കല്യാണം കഴിക്കാൻ. അപ്പോൾ നീ മഹാലക്ഷ്മിനെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറയും. അപ്പോൾ നിന്റെ ശാപം തീരുന്നു പറയണം. അതതിൻ്റെ ഇന്ദ്രലോകത്ത് ആക്രന്മാർ വന്ന് ആക്രമിക്കാൻ തുടങ്ങി. ഈ ശാപം കാരണം ഇവർക്ക് ദേവന്മാർക്ക് ആക്രന്മാരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ ആ യുദ്ധത്തിൽ സമമാണ്. അതിന് അദ്ദേഹം ഇവരൊക്കെ ഓടിപ്പോകണം ഇന്ദ്രലോകം വിട്ട്. അതിന് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ ദേവന്മാർ വിചാരിക്കാണ്. അങ്ങനെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാണ്. അപ്പോൾ മഹാവിഷ്ണു വന്നു ഇവരെ സഹായിക്കാനായിട്ട്. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, നീ എന്തുകൊണ്ടും പിന്തിരിയരുത്. നിനക്കെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിനക്ക് കിട്ടുമ്പോൾ നിനക്കെല്ലാം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അതിനായിട്ട് മഹാലക്ഷ്മി തൻ്റെ സ്വരൂപം കാണിക്കണമെങ്കിൽ നീ പാലായിൽ പോയി അവിടെ ഒരു മലയുണ്ട്, മന്ത്ര എന്ന് പറയണം. ആ മല പിടിച്ച് കറക്കണം. അതിനെ നിനക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് നീ അസുരന്മാരെ അതിനു വേണ്ടി ഉപയോഗിച്ചോളെന്ന് പറയാണ്. അപ്പോൾ അസുരന്മാരും അതിന് വേണ്ടിയിട്ട് മല വലിക്കാനായിട്ട് കയറിന് പകരം വാസുവിനെ ഉപയോഗിക്കാൻ പറയണം. അങ്ങനെ ഇവരെല്ലാവരും കൂടി പാലായിൽ പോവാണ്.
ഈ കർത്തവ്യത്തിന് വേണ്ടി. അങ്ങനെ ഇവരെല്ലാം പാലയിലെത്തി വാസുകി ആ മലയിൽ ചുറ്റി. വാസുകിയുടെ തലഭാഗത്ത് അസുരന്മാർ പിടിച്ചു, വാസുകിയുടെ വാൽഭാഗത്ത് ദേവന്മാരും പിടിക്കും. അങ്ങനെ ഇവര് വലിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ മലയ്ക്ക് ഭയങ്കര ഭാരമുള്ളത് കൊണ്ട് ആ മല താഴ്ന്നു പോകണം. അപ്പോൾ ഇത് കണ്ട് മഹാവിഷ്ണു ഇവരെ സഹായിക്കാനായിട്ട് ഊർമ്മം എന്നൊരു അവതാരം എടുത്ത് വരാണ് വലിയൊരു ആമയുടെ രൂപത്തിൽ. ആ മലയുടെ അടിയിൽ പോയി തങ്ങി നിൽക്കുകയാണ്. ഇത് കണ്ട അസുരന്മാരും ദേവന്മാരും പറഞ്ഞു, ഈ മല പൊങ്ങി വരുന്നുണ്ട്, നമുക്ക് നന്നായി വലിക്കാന്ന് പറയുന്നു. അങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ ഈ പാലയുടെ അടിയിൽ നിന്ന് വിഷം വരാണ്. ആ വിഷത്തിന്റെ മണം കാരണം നമ്മളെല്ലാവരും മരിക്കും കാരണമാണെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും പേടിച്ചു പോകണം. അപ്പോൾ ഇവര് മഹാദേവനെ പ്രാർത്ഥിക്കാന്ന് വിചാരിക്കണം. അങ്ങനെ ദേവന്മാരും മഹാദേവനെ പ്രാർത്ഥിക്കാൻ. അങ്ങനെ മഹാദേവൻ വന്നു ഇവരെ രക്ഷിക്കുകയായി. മഹാദേവൻ എന്ത് ചെയ്യുകയാണ്? ആ വിഷം കുടിക്കുകയാണ്. കഴുത്തിൽ ഇവിടെയായിട്ട് ആ വിഷം വെക്കാണ്. അത് കഴിഞ്ഞ് എല്ലാവരും മഹാദേവനെ സ്തുതിച്ചു. അത് കഴിഞ്ഞ് ഇവർ വീണ്ടും വലിക്കാൻ തുടങ്ങാണ് ആ മല. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുതിരയും ഐരാവതവും പിന്നെ അപ്സരസും കൽപുത്ര എന്ന് പറയുന്ന ഒരു തെങ്ങ്, പിന്നെ കമന്തൻ എന്ന് പറയുന്ന ഒരു പശുവും വരാണ്. ആ പശു ഇവരെല്ലാവരും വന്നു. അത് കഴിഞ്ഞ് അവസാനം മഹാലക്ഷ്മി വരാണ്. നല്ല താമരകൾ പിന്നെ നിൽക്കുന്ന താമരകളുടെ മേളിലായി നിൽക്കുന്ന മഹാലക്ഷ്മി നല്ല തേജസ്സോടെയും കയ്യിൽ താമരകൾ പിടിച്ചു നിൽക്കുന്ന മഹാലക്ഷ്മിനെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഋഷിമാർ എന്ത് ചെയ്യാൻ മഹാലക്ഷ്മിയെ കീർത്തനങ്ങൾ പാടുകയും നിത്രങ്ങൾ വയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പാലയിലത്തെ രാജാവായ മഹാലക്ഷ്മിയുടെ അച്ഛൻ വന്നു. മഹാലക്ഷ്മിക്ക് വേണ്ടി സ്വർണ്ണമാലകളും പൂമാലകളൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് മഹാലക്ഷ്മിയുടെയും വിഷ്ണു ഭഗവാന്റെയും കല്യാണം അങ്ങനെ നടക്കാണ്. അത് കഴിഞ്ഞ് ഇന്ദ്രദേവൻ മഹാലക്ഷ്മിയെ കാണാൻ വരാണ്. അങ്ങനെ വന്ന് ഇന്ദ്രദേവൻ പറയാണ്, എനിക്ക് അനുഗ്രഹം തന്നെന്ന് പറയും. അങ്ങനെ മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഇന്ദ്രദേവന് അനുഗ്രഹം കിട്ടാണ്. അത് കഴിഞ്ഞ് അവസാനമായി ധന്വന്തരി എന്ന് പറയുന്ന ഒരു വൈദ്യൻ വരാണ്. ആ വൈദ്യന്റെ കയ്യിൽ ഒരു കുടം ഉണ്ടായിരുന്നു. ആ കുടത്തിൽ സ്വർണ്ണ നിറയുന്ന കുടം. ആ കുടത്തിന്റെ ഉള്ളിൽ അമൃതായിരുന്നു. ഈ അമൃതം കണ്ട ദേവന്മാര് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അമൃതം കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മരണം ഉണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോൾ അസുരന്മാർ പറയാണ്, ആദ്യം ഞങ്ങൾക്ക് തരാൻ പറയണം, ഞങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ളവർ കിട്ടുമെന്ന് പറയും. അപ്പോൾ ഇതിന്റെ പേരിൽ അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ മഹാവിഷ്ണു ഈ പ്രശ്നം മാറ്റാനായിട്ട് ഒരു സ്ത്രീയുടെ രൂപമെടുത്ത് വരാണ്. മോഹിനിന്ന് വരുള്ളത്. അപ്പോൾ മോഹിനിയുടെ സൗന്ദര്യം കണ്ട് അസുരന്മാര് മോഹിനിനെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. മോഹിനി പറഞ്ഞു, ഈ അമൃതം വേണമെങ്കിൽ ആരാണോ കൈകൾ നീട്ടി പിടിക്കുന്നത് അവർക്ക് ഞാൻ കൊടുക്കുമെന്ന് പറയാൻ. അങ്ങനെ ഇവര് അസുരന്മാരെ പിടിച്ചില്ല, കൈ നീട്ടി പിടിച്ചില്ല. അതുകൊണ്ട്
ദേവന്മാര് കൈ നീട്ടി പിടിക്കണ്ടായിരുന്നു. അപ്പോൾ ദേവന്മാർക്ക് കൊടുക്കാണ് ഈ അമൃതം. അത് കഴിഞ്ഞ് ഇന്ദ്രദേവനും എല്ലാ ദേവന്മാരും വന്ന് മഹാലക്ഷ്മിയെ കാണാൻ വന്നു. അങ്ങനെ മഹാലക്ഷ്മിയോട് പറയണേ, അമ്മയാണ് ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും അറിവിൻ്റെയും ഭക്തിയുടെ ഒക്കെ രൂപം. ഈ ഒരു ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് തൃപ്തരാണെന്നും പറയാണ്. ഇതിൻ്റെ ഗുണമാണെന്ന് വെച്ചാൽ നമുക്കാർക്കും അഹങ്കാരം പാടില്ല. അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം നഷ്ടപ്പെടും. പിന്നെ ആരും നമുക്ക് വല്ല മുതിർന്നവർ നമുക്ക് തരുമ്പോൾ നമ്മൾ അത് ബഹുമാനത്തോടെ സ്വീകരിക്കണം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അടങ്ങി അത് ചിലതൊക്കെ നമ്മുടെ നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൃഷ്ണന് നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ദർശനെ ഈ വേദിയിലിടാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, എൻ്റെ പേര് ദർശിച്ചു. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥി. എൻ്റെ ഇന്നത്തെ കർത്തവ്യം എന്ന് പറയുന്നത് ഒരു കഥയും അതിൻ്റെ സാരാംശം പറയുക എന്നതാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഒരു കുറുക്കൻ സിംഹവുമായി കൂട്ടുകൂടുക. അപ്പോൾ അധികം വൈകിക്കാതെ ഞാൻ കഥയിലേക്ക് കേൾക്കാം. പണ്ട് വാരണാസിയിലെ രാജാവായിരുന്ന ബ്രഹ്മദത്തൻ അതിൻ്റെ ആ രാജ്യത്തിനടുത്തുള്ള ഒരു കാട്ടിൽ ബോധിസത്വൻ ഒരു സിംഹമായി ജനിച്ചു. അപ്പോൾ ബോധിസത്വൻ വളർന്നു വലുതായി കല്യാണം കഴിച്ചു. ഒരു മകനും മകളുമുണ്ട്. അങ്ങനെ മകൻ വളർന്നു വലുതായി. ഒരു ദിവസം പെട്ടെന്ന് ബോധിസത്വന് വയ്യാണ്ടായി. ബോധിസത്വന് ഭക്ഷണം വേട്ടയാടി തുടരാൻ പറ്റില്ല. അങ്ങനെ കുറേ അവസരങ്ങളൊക്കെ വന്നപ്പോൾ ബോധിസത്വൻ്റെ കടമകളൊക്കെ ബോധിസത്വൻ്റെ മകൻ ഏറ്റെടുത്തു. അങ്ങനെ സ്വാഭാവികമായും പോകുന്നത് പോലെ ഈ സിംഹം മൃഗങ്ങളെ പിടിക്കാൻ പോകും, തിരിച്ചു വരും, അങ്ങനെ എന്നും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു കുറുക്കൻ സിംഹത്തിൻ്റെ മുൻപിലേക്ക് ചാടി. അപ്പോൾ കുറുക്കൻ മുൻപിലായോട് കുറുക്കന് പെട്ടെന്ന് പേടിയായി. കുറുക്കനെ ഓടാൻ ശ്രമിച്ചു. പെട്ടെന്ന് കുറുക്കൻ തീരുമാനം മാറ്റിയിട്ട് സിംഹത്തിൻ്റെ കാലിനടിയിലേക്ക് വന്ന് നമസ്കരിച്ചു. അപ്പോൾ സിംഹം ചോദിച്ചു, കൂട്ടുകാരാ എനിക്ക് നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എനിക്ക് താങ്കളുടെ സേവകനാകാൻ താല്പര്യമുണ്ട്. അപ്പോൾ സിംഹം സമ്മതിച്ചു. സിംഹം പറഞ്ഞു, ഇനി മുതൽ നീ എൻ്റെ കൂടെ കൂട്ടുകൊടുക്കുന്നു. അപ്പോൾ പിന്നെ എന്നും സിംഹം വേട്ടയാടാൻ പോകുമ്പോൾ സിംഹത്തിൻ്റെ കൂടെ ഈ കുറുക്കനും പോകും, വേട്ടയാടി വരും. പെട്ടെന്ന് ഒരു ദിവസം ഈ ബോധിസത്വം കാര്യങ്ങൾ പറഞ്ഞു. ബോധിസത്വനകത്ത് ബോധിസത്വം പറഞ്ഞു, മകനോട് പറഞ്ഞു, ഒരിക്കലും ഒരു സിംഹത്തിനും കുറുക്കനുമായി കൂട്ടുകൂടാൻ പറ്റുകയില്ല. കുറുക്കൻ ഒരു കുരുട്ടുബുദ്ധി നിറഞ്ഞ ജീവിയാണ്. അത് ഒരു സിംഹവുമായി കൂട്ടുകൂടുകയാണെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ കാരണമുണ്ടാകും. അതുകൊണ്ട് നീ കൂട്ടുകെട്ട് നിർത്തുന്നതാണ് നല്ലത്. പക്ഷെ ആ സിംഹം അച്ഛൻ്റെ വാക്കുകളൊന്നും കേട്ടില്ല. എന്നിട്ടും ഈ കൂട്ടുകെട്ട് തുടർന്നുകൊണ്ടേയുള്ളൂ. എന്നും ഇവർ മാനിനെ പിടിക്കും, വരും, ഒരു പങ്ക് കുറുക്കനും കൊടുക്കും. അങ്ങനെ എന്നും ചെയ്തപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കുറുക്കനൊരു കാര്യം കൂടി. ഇത്രയും രുചിയേറിയ ഭക്ഷണം കുറുക്കൻ്റെതാണ്. അപ്പോൾ മാനിനെ മാത്രം പിടിച്ച് എനിക്ക് മതിയായി. എനിക്ക് സിംഹത്തിനോട് പറഞ്ഞു, കൂട്ടുകാരാ ഇനി നമുക്ക് മാനിനെ പിടിക്കാം, കുതിരകളെ പിടിക്കാം. അപ്പോൾ സിംഹം പറഞ്ഞു, ശരി, പക്ഷെ കാട്ടിൽ കുതിരകളെ കാണാറില്ലല്ലോ. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എന്നും രാവിലെ ഒരു കൂട്ടം കുതിരകൾ പുഴയുടെ അടുത്ത് കുളിക്കാൻ വരാറുണ്ട്, നമുക്ക് അവിടെ നിന്നും പിടിക്കാം. അപ്പോൾ സിംഹം സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു,
പുറപ്പെടാം, എനിക്ക് കുതിരകളെ പിടിച്ച് വരാമെന്ന് പറഞ്ഞു. എനിക്ക് എന്നും അന്ന് രാവിലെ പോയി എന്നിട്ട് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ കുറേ കുതിരേൻ്റെ കൂട്ടങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ സിംഹം പറഞ്ഞു, ഞാൻ ആദ്യം പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ദീർഘശ്വാസം എടുത്ത് വെള്ളത്തിനടിയിൽ നീട്ടിപ്പോയി കുതിരേനെ പിടിച്ചു വന്നു. അപ്പോൾ അടുത്തതായി ഞാൻ പോകണം പറഞ്ഞ് കുറുക്കനെ പിടിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ അവർ രണ്ടാളും ഒരെണ്ണം കുറുക്കനെ എടുത്ത് പറഞ്ഞ സിംഹം എടുത്ത് വീട്ടിലേക്ക് കടിച്ച് വലിച്ചയച്ചു കൊണ്ടു. അപ്പോൾ സിംഹം വീട്ടിലെത്തിയപ്പോൾ ബോധിസത്വം പറഞ്ഞു, അതിന് ഇത് നല്ലതല്ല, കാട്ടിൽ കുതിരകളല്ല, ഇത് ബ്രഹ്മദത്ത രാജാവിൻ്റെ കുതിരകളാണ്. ഇതിനൊരിക്കലും നമ്മൾ പിടിക്കരുത്. അഥവാ നമ്മൾ പിടിച്ചാൽ ഇത് നമുക്ക് ആപത്ത് വരുത്തും. ബ്രഹ്മദത്ത രാജാവ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായും കൊല്ലും. പക്ഷേ ഇത് ആ സിംഹം കേട്ടില്ല. ഏറ്റവും എന്നും പോകുന്ന കുതിരകളെ പിടിക്കും. പെട്ടെന്നൊരു ദിവസം ബ്രഹ്മദത്ത രാജാവ് കുതിരകളുടെ എണ്ണം പറയുന്നത് കണ്ടപ്പോൾ പോയി ചോദിച്ചു. അവിടുത്തെ ഒരു മന്ത്രിയോട് ചോദിച്ചു, എന്താണ് കാരണം ഇത്രയ്ക്ക് കുതിരകൾ നമ്മളത് കുറയുന്നുണ്ടല്ലോ. അപ്പോൾ മന്ത്രി കുതിരകളെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന് ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, എന്നും ഒരു സിംഹം ഒരു കുറുക്കനും വന്ന് നമ്മളെ കുതിരകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. സിംഹവും കുറുക്കനും അതെങ്ങനെ ശരിയാവും? സിംഹവും കുറുക്കനും ഒരിക്കലും ഒരു കൂട്ടുകാരാവില്ലല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയാണ് കണ്ടതെന്ന് പടയാളി പറഞ്ഞു. പിന്നെ രാജാവ് പറഞ്ഞു, ഇനി കുതിരകളെ പുഴയിലേക്ക് കുളിപ്പിക്കാൻ കൊണ്ടുപോകണ്ട, അവരുടെ തൊഴുത്തിനടുത്ത് തന്നെ വലിയൊരു കുളം നിർമ്മിക്കുക, എന്നിട്ട് അവിടെ തന്നെ ഇനി കുളിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതറിഞ്ഞ സിംഹം എന്നെ കുറുക്കനോട് പറഞ്ഞു. അപ്പോൾ സിംഹവും കുറുക്കനും ഒരു കാര്യം തീരുമാനിച്ചു. രാത്രി ആ രാജ്യത്തേക്ക് പോയിട്ട് അവിടുന്ന് കുതിരകളെ പിടിച്ചു വരാമെന്ന്. അപ്പോൾ രാത്രി രാജ്യത്തിലേക്ക് വഴി കയറിപ്പോയി എൻ്റെ കുതിരകളെ പിടിച്ചു വരുന്നു. അപ്പോൾ ബ്രഹ്മദത്ത രാജാവ് ഇതും പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദത്ത രാജാവ് പറഞ്ഞ കുതിരകളുടെ തൊഴുത്തിന് ചുറ്റും ഒരു വലിയ വനമതിൽ നിർമ്മിക്കാം. പക്ഷേ സിംഹത്തിന് ഇത് വലിയ കാര്യമായില്ല. സിംഹം ആ മതിൽ ചാടിക്കയറിപ്പോയി കുതിരകളെ പിടിച്ചു വന്നു. അപ്പോൾ ഇതും ബ്രഹ്മദത്ത രാജാവ് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദത്ത രാജാവ് ചോദിച്ചു, ബ്രഹ്മദത്ത രാജാവ് അവിടുത്തെ മന്ത്രിനെ വിളിച്ചു, ഇതെന്താ നമ്മൾ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അവിടെ വലിയൊരു ഗോപുരം നിർമ്മിക്കുക, നമ്മുടെ പടത്തലവനെ അതിൻ്റെ മണ്ണിൽ കയറ്റി നിർത്തി രാത്രി സിംഹം വരാൻ നേരത്ത് വരുമ്പോൾ അതിനെ ബാണം വിട്ട് കൊല്ലുക. അപ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ ഗോപുരം നിർമ്മിച്ചു. അതിൻ്റെ മുകളിൽ പടത്തലവനെ കയറ്റി നിർത്തി. രാത്രി സിംഹം വന്നപ്പോൾ സിംഹം പെട്ടെന്ന് മതിൽ ചാടി ഓടി. അപ്പോൾ ഈ പടത്തലവൻ ഇത് കണ്ടു. പടത്തലവൻ ബാണം എടുത്ത് കൈ പിടിച്ചപ്പോൾ അപ്പോൾ സിംഹം ഓടുമ്പോൾ ഈ വേഗത കാരണം പടത്തലവന് ബാണം വിടാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയം കൊണ്ട് സിംഹം തൊഴുത്ത് കയറി ഒരു കുതിരയെ പിടിച്ചു വന്നു. വരുമ്പോൾ കുതിരനെ വലിച്ചയച്ച് വരുന്നതുകൊണ്ട് വേഗത പറഞ്ഞു. ആ സമയത്ത് പടത്തലവൻ ഒരു ബാണം വിട്ടു. അത് നേരെ കുറുക്കൻ്റെ ഊരയിൽ പോയി കൊണ്ടു. അങ്ങനെ സിംഹം നല്ല ഉച്ചത്തിൽ ഒരു ഗർജനം കറപ്പിച്ചിട്ട് എന്നിട്ടും സിംഹം വിട്ടുവെക്കാൻ തയ്യാറായി. സിംഹം കുറുക്കൻ്റെ കടിച്ചു പിടിച്ച് വലിച്ച് ഓടി. എന്നിട്ട് ആ പുഴയിൽ കടന്ന് ഇവരുടെ ഗുഹയിലെത്തി. ഗുഹയിലെത്തിയപ്പോൾ അമ്മയും അച്ഛനും ബോധിസത്വൻ്റെ ഭാര്യയും ചോദിച്ചു, അപ്പോഴേ നിങ്ങൾ പറഞ്ഞതല്ലേ ഇതൊരിക്കലും നല്ലത്. അപ്പോൾ ഈ സിംഹം പറഞ്ഞു,
ഇത് വലിയ കാര്യമായിട്ടുള്ള മുറിവൊന്നുമില്ല. അപ്പോൾ ആ ഒരു ആശ്വാസത്തിൽ ബോധത്തിൻ്റെ ഭാഗ്യം ഭക്ഷണം കഴിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ സിംഹം വീണു. അവിടെ ഇവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഈ സിംഹം മരിച്ചു. അപ്പോൾ നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മൾ മുതിർന്നവർ പറയുന്നത് അനുസരിക്കാതിരിക്കും. അവരെന്തെങ്കിലും തക്കതായി കാണണമെന്നുള്ളതുകൊണ്ടായിരിക്കും പറയുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഈ കഥയിൽ ബോധിസത്വൻ ആരായിരുന്നു? ശരിയാണ്, ബുദ്ധനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. നന്ദി, നമസ്കാരം. ദർശൻ, നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ധീരജാണ്. ധീരജിനെ ഈ വേദിയിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു. മാന്യസദസ്സിലെ വന്ദനം. എൻ്റെ പേര് ധീരജ് കേടി. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാകുന്നു. എൻ്റെ ഇന്നത്തെ കർത്തവ്യം എന്തെന്ന് വെച്ചാൽ ഒരു കഥയും ആ കഥയുടെ ഗുണപാഠവും പറയുക എന്നാണ്. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരെന്തെന്ന് വെച്ചാൽ ദ്രുപദനും ദ്രോണനും എന്നാണ്. ദ്രുപദനും ദ്രോണനും അഗ്നിവേശ ഗുരുവിൻ്റെ ആശ്രമത്തിലെ സഹപാഠികളായിരുന്നു. രണ്ടുപേരും നല്ല കൂട്ടുകാരുമായിരുന്നു. അങ്ങനെ അവർ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദ്രുപദന്റെ അച്ഛൻ ദ്രുപദ രാജ്യത്തെ രാജാവായിരുന്നു, പേര് പൃഷദൻ. പക്ഷേ ദ്രോണരുടെ അച്ഛൻ ഭരദ്വാജൻ ഒരു ഋഷിയായിരുന്നു. ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരായിരുന്നു. ദ്രുപദൻ എപ്പോഴും ദ്രോണരോട് പറയുമായിരുന്നു, എൻ്റെ അച്ഛൻ മരിച്ച് ഞാൻ രാജാവാകുമ്പോൾ നിന്റെ ദാരിദ്ര്യമെല്ലാം മാറ്റാമെന്നും നമ്മളുടെ ഈ സ്നേഹബന്ധം എപ്പോഴും നീണ്ടു നിൽക്കുമെന്നും. അങ്ങനെ ഇവരുടെ പഠനമെല്ലാം കഴിഞ്ഞു. അങ്ങനെ പൃഷദൻ മരിച്ചു. പൃഷദന്റെ കാലശേഷം സാധാരണ മകനായി എല്ലായിടത്തും നടക്കുന്ന പോലെ ദ്രുപദൻ രാജാവായി. ദ്രോണർ അച്ഛൻ്റെ പോലെ തന്നെ തപസ്സിലും ഇതിലും ഏർപ്പെട്ട് ജീവിച്ചു. അതിൻ്റെ ഇടയിൽ കൃപന്റെ സഹോദരിയായ കൃപിയെ ദ്രോണർ വിവാഹം ചെയ്യുകയുണ്ടായി. അതിൽ ഒരു പുത്രനുണ്ടായി. ആ പുത്രന്റെ പേരാണ് അശ്വത്ഥാമാവ്. ജനിച്ചപ്പോൾ തന്നെ അശ്വത്തിന്റെ ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ട് ആ പുത്രനെ അശ്വത്ഥാമാവൻ എന്ന പേരിട്ടു. അങ്ങനെ ദ്രോണന്റെ കുടുംബം എപ്പോഴും മുഴു പട്ടിണിയിലായിരുന്നു. അങ്ങനെ ആ പട്ടിണി മാറ്റാൻ ഒരു ദിവസം തന്റെ പഴയ കൂട്ടുകാരന്റെ അടുത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ദ്രോണരുടെ പഴയ കൂട്ടുകാരൻ ആരായിരുന്നു? അതെ, ശരിയാണ്. അങ്ങനെ ദ്രുപദന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ ദ്രുപദൻ പറയുകയായിരുന്നു, ദരിദ്രനും ധനികനും തമ്മിൽ ഒരിക്കലും സ്നേഹബന്ധം ഉണ്ടാകില്ല. ധനികനും തമ്മിലാണ് സ്നേഹബന്ധം, അല്ലെങ്കിൽ ദരിദ്രനും. അല്ലാതെ സൂതനും യോദ്ധാവും തമ്മിൽ ഒരിക്കലും സ്നേഹബന്ധം ഉണ്ടാവുകയില്ല. അങ്ങനെ പറഞ്ഞ് ദ്രോണരെ തരം താഴ്ത്തി അയച്ചു. തന്റെ കുടുംബത്തിന്റെ മുഴുപട്ടിണി കാരണം കൃപിയുടെ സഹോദരനായ കൃപൻ ഹസ്തിനപുരിയിൽ രാജകുമാരന്മാരെ ആയുധ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൃപന്റെ വീട്ടിൽ ചെന്ന് ആരും അറിയാതെ താമസിച്ചു. അങ്ങനെ ഒരു ദിവസം രാജകുമാരന്മാർ കുട്ടിയും കോലും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി പറന്നു ചെന്ന് ഒരു കിണറ്റിൽ വീണു. അതെടുക്കാനായി രാജകുമാരന്മാർ കഷ്ടപ്പെടുമ്പോൾ ഒരു വൃദ്ധൻ ആ വഴി വന്നു. അപ്പോ രാജകുമാരന്മാർ അദ്ദേഹത്തിന്റെ സഹായം തേടി. അപ്പൊ ദ്രോണാചാര്യൻ പറഞ്ഞു, ഞാൻ സഹായിക്കാം, പക്ഷേ എനിക്ക് ഭക്ഷണത്തിനുള്ള വക തരണം എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞു, സമ്മതിക്കാം, നിങ്ങൾ ഈ കുട്ടിയെ എടുത്തു വന്നാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ വക ഞങ്ങൾ തരാം പറഞ്ഞു. അപ്പോൾ ഒരു ഇഷികപ്പുല്ലെടുത്ത് മന്ത്രം ജപിച്ച് ആ കുട്ടിയുടെ മുകളിലേക്ക് ഒരു ഇഷികപ്പുല്ലെടുത്തിട്ടു. ഒന്നിനു പുറകിൽ ഒന്നായി കുറെ ഇഷികപ്പുല്ലിട്ട് അവസാനം ആ ഇഷികപ്പുല്ലുകൂടെ തന്നെ ആ കുട്ടി പുറത്തെടുത്തു കൊടുത്തു. അങ്ങനെ രാജകുമാരന്മാർ ഇത് കണ്ട് വിസ്മിതരായി. അങ്ങനെ അവരുടെ മുത്തച്ഛനായ ഭീഷ്മ പിതാമഹന്റെ അടുത്ത് പറഞ്ഞു. ഭീഷ്മൻ ഇത് ദ്രോണാചാര്യൻ തന്നെയാകുമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ദ്രോണരെ കണ്ടെത്തി പാണ്ഡവന്മാരുടെ ആയുധ വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ രണ്ടാമത്തെ ഗുരുവായി നിലകൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ ദ്രോണർ രാജകുമാരന്മാരെ അസ്ത്രവിദ്യ പഠിപ്പിച്ചു. അങ്ങനെ അവരുടെ എല്ലാ അസ്ത്രവിദ്യയും കഴിഞ്ഞ് ആയുധാഭ്യാസ പ്രദർശനവും കഴിഞ്ഞ് ഗുരുദക്ഷിണയുടെ സമയമായി. അങ്ങനെ എല്ലാ ശിഷ്യന്മാരെയും വിളിപ്പിച്ചു. എന്നിട്ട് ശിഷ്യന്മാരെല്ലാവരും എന്താണ് നിങ്ങൾക്ക് ഗുരുദക്ഷിണയായി തരാൻ ചോദിച്ചു. അപ്പോൾ ദ്രോണാചാര്യൻ പറഞ്ഞു, നിങ്ങൾ ദ്രുപദ രാജ്യത്ത് പോയി ദ്രുപദനെ പിടിച്ചുകെട്ടി അവിടുത്തെ സൈന്യങ്ങളെല്ലാം തോൽപ്പിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആദ്യം തന്നെ കൗരവരാണ് പോയത്. ദുര്യോധനൻ, ദുശാസനൻ, ദുര്യോധനന്റെ കൂട്ടുകാരായ കർണൻ, അവരെല്ലാവരും കൂടി ദ്രുപദ രാജാവിനോട് യുദ്ധം ചെയ്തു. ദ്രുപദ രാജാവ് യുദ്ധത്തിൽ ഒരു കാരണവശാലും പിന്നിലായിരുന്നില്ല. കാരണം ദ്രോണരും ദ്രുപദനും അഗ്നിവേശന്റെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. അങ്ങനെ ദ്രുപദൻ
അത്യാവശ്യം നല്ലൊരു യോദ്ധാവായിരുന്നു. അങ്ങനെ കൗരവന്മാർ കർണനടക്കം ധ്രുവന്റെ മുന്നിൽ പരാജയപ്പെട്ടു. അങ്ങനെ പിന്നെ പോയത് പാണ്ഡവന്മാരായിരുന്നു. പാണ്ഡവന്മാർ പോയപ്പോൾ ഭീമസേനൻ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ തൻ്റെ ആ ഗതയെടുത്ത് വൃക്കോദരനായി ആ പടനടുവിലേക്ക് അങ്ങോട്ട് ചാടിയിട്ട് അവിടെ മൊത്തം അടിച്ച് തകർത്തിറങ്ങി. അങ്ങനെ ദ്രുപദനെ അർജുനനും ഭീമനും കൂടിയിട്ട് തോപ്പിച്ചു യുദ്ധത്തിൽ. അപ്പോൾ ലാസ്റ്റ് അർജുനൻ ദ്രുപദനായിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ തൻ്റെ ശരങ്ങൾ കൊണ്ട് ദ്രുപദാവശനായി. അർജുനന്റെ മുന്നിൽ ഒരു ഇതിലും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഗതായുദ്ധത്തിലും ദ്വന്ദ്വയുദ്ധത്തിലും ഒന്നിനും ദ്രുപദനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ ലാസ്റ്റ് തളർന്ന് തേരിലിരുന്നു. അപ്പോഴേക്കും അർജുനൻ തൻ്റെ തേരിന്ന് ചാടി ഇറങ്ങിയിട്ട് ദ്രുപദന്റെ തേരിൽ കയറി ദ്രുപദനെ ബന്ധനത്തിനാക്കിയിട്ട് ദ്രോണന്റെ മുന്നിൽ കൊണ്ടുപോയി. അപ്പോൾ ദ്രോണനോട് വെച്ച് പറഞ്ഞു, ദ്രുപദ മുന്നേ ദ്രോണനോട് എന്താ പറഞ്ഞായിരുന്നു? അതന്നെ പറഞ്ഞു, ധനികനും ദരിദ്രനും കൂടി ഒരിക്കലും സ്നേഹബന്ധം ഉണ്ടായില്ല. എന്നാലും പണ്ട് കൂട്ടുകാരായിരുന്ന നിലയ്ക്ക് പകുതി രാജ്യം നീ എടുത്തോളൂ, ബാക്കി പകുതി രാജ്യത്തിൽ എൻ്റെ മകൻ അശ്വത്ഥാമാവ് തന്നെ രാജാവായിരിക്കും എന്ന് പറഞ്ഞ് ദ്രുപദനെ സ്നേഹത്തോടെ വിട്ടയച്ചു. ദ്രോണരുടെ നന്മയെ ദ്രുപദൻ അത്യധികം പുകഴ്ത്തിയെങ്കിലും ദ്രുപദന്റെ മനസ്സിൽ പക ആളിക്കത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പകുതി രാജ്യത്തിലേക്ക് പോയി അവിടെ രാജ്യം ഭരിച്ചു. അതിനിടയിൽ ദ്രോണനെ വധിക്കാൻ പറ്റിയൊരു പുത്രൻ ഉണ്ടാകാൻ വേണ്ടി ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ നിന്നാണ് പാഞ്ചാലി എന്ന് വിശേഷിക്കപ്പെടുന്ന കൃഷ്ണയും ദൃഷ്ടദ്യുമ്നനും ഉണ്ടായത്. ദൃഷ്ടദ്യുമ്നൻ അഗ്നിയിൽ നിന്ന് പൊന്തി വന്നപ്പോൾ തന്നെ ഒരു അശരീരി വാക്ക് കേൾക്കുകയുണ്ടായി, ഈ മകൻ ദ്രോണാന്തകനായി തീരും. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ദ്രുപദന് സന്തോഷമായി. അങ്ങനെ ദൃഷ്ടദ്യുമ്നനെ ദ്രോണൻ തന്നെ ആയുധ വിദ്യാഭ്യാസം പഠിപ്പിച്ചു. വേറെ ഒരാളുടെ ശിഷ്യന്റെ കയ്യിൽ താൻ മരിക്കുകയില്ലെന്ന ഒരു വാശിയാണ് ദ്രോണൻ ദൃഷ്ടദ്യുമ്നനെ ആയുധ വിദ്യകൾ പഠിപ്പിച്ചത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മഹാഭാരത യുദ്ധം നടന്നു. 10 ദിവസത്തെ ഭീഷ്മ പിതാമഹന്റെ ഉഗ്രമായ പോരാട്ടത്തിന് ശേഷം ഭീഷ്മ പിതാമഹൻ ശരാശയിൽ കിടന്നു. അങ്ങനെ സർവ്വസേനാധിപനായി ദുര്യോധനൻ തന്റെ ആചാര്യനായ ദ്രോണാചാര്യനെ തന്നെ സേനാധിപതിയാക്കി. അങ്ങനെ ഉഗ്രമായി 4 ദിവസം ദ്രോണാചാര്യർ പോരാടി. ദ്രോണാചാര്യരെ തടക്കാൻ പാണ്ഡവന്മാർക്ക് പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അർജുനനുമായി അടക്കം ദ്രോണാചാര്യർ യുദ്ധം ചെയ്തു. തനിക്ക് അർജുനനെയും തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിലായി. അങ്ങനെ ബാക്കി സൈന്യങ്ങളെ ഓരോരുത്തരെയും അരിഞ്ഞുകൊണ്ട് ദ്രോണാചാര്യർ മുന്നേറുമ്പോൾ ഒരു അസത്യവാക്ക് കേട്ടു, അശ്വത്ഥാമ ഹത കുഞ്ചരഹ. അങ്ങനെ ഭീമനോട് ഒരു ആനയ്ക്ക് അശ്വത്ഥാമ എന്ന് പേരിട്ട് ആ ആനയെ കൊന്നിട്ട് ഇങ്ങനെ വിളിച്ചു വരാൻ പറഞ്ഞു. ഭീമൻ പറഞ്ഞതുകൊണ്ട് ദ്രോണാചാര്യർ അധർമ്മമാണെന്ന് മനസ്സിലാക്കി അതൊരിക്കലും കേട്ടില്ല. ദ്രോണാചാര്യർ തന്റെ കഴിവ് പ്രദർശിപ്പിച്ചുകൊണ്ടേയിരുന്നു. പാണ്ഡവ പട ചത്തൊടുങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറഞ്ഞു, ദ്രോണനെ തടുക്കുവാൻ വേറെ വഴിയില്ല. യുധിഷ്ഠിരനോട് ആവശ്യപ്പെട്ടു, മഹാരാജാവേ അങ്ങ് തന്നെ പറയൂ, അങ്ങ് പറഞ്ഞാൽ ദ്രോണാചാര്യർ എന്തായാലും വിശ്വസിക്കാതിരിക്കുകയില്ല. ചെറുപ്പം മുതൽ അങ്ങയെ പഠിപ്പിച്ചതല്ലേ, അങ്ങയുടെ സ്വഭാവം വേണ്ട വിധത്തിൽ അറിയുകയുണ്ടാവും. അങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞു, അശ്വത്ഥമ ഹത കുഞ്ചരഹ എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രോണാചാര്യർ അത് വിശ്വസിച്ച് ആയുധം വെച്ചു. ആ സമയത്ത് തന്നെ ദൃഷ്ടദ്യുമ്നൻ തേരിൽ ചാടിക്കയറി മുടി ചുഴറ്റിപ്പിടിച്ച് തലവെട്ടി. അച്ഛനെ കൊന്ന ദേശത്തിൽ അശ്വത്ഥാമാവ് നാരായണാസ്ത്രം തന്നെ പ്രയോഗിച്ചു. ആ നാരായണാസ്ത്രത്തിന്റെ മുന്നിൽ എല്ലാവരും അഭിവാദ്യം ചെയ്ത് നമസ്കരിച്ചു എന്നുകൊണ്ട് ആർക്കും ആ നാരായണാസ്ത്രത്തിൽ നിന്ന് ഒന്നും പറ്റിയില്ല. പക്ഷേ എല്ലാവരോടും കൃഷ്ണൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഭീമൻ മാത്രം അത് ചെയ്തില്ല. അത് ഭീമന്റെ ജീവന് തന്നെ ആപത്തായേക്കാമെന്ന് കരുതി കൃഷ്ണൻ ബലം പ്രയോഗിച്ച് ഭീമനെ നമസ്കരിപ്പിച്ചു. അങ്ങനെ ആ അസ്ത്രം വന്ന് കൃഷ്ണന്റെ വൈജന്തിമാലയിൽ കയറിപ്പോയി. അങ്ങനെ നാരായണാസ്ത്രം കൊണ്ട് ഗുണമുണ്ടായില്ല. അങ്ങനെ 18-ാം ദിവസം വരെ അശ്വത്ഥാമാവ് പ്രതികാരം തീർക്കാനായി പൊരുതി. 18-ാം ദിവസം ഭീമന്റെ ഗദാപ്രഹരമേറ്റ് ദുര്യോധനൻ കൂടി പതനം പതിച്ചതോടെ യുദ്ധം അവസാനിച്ചു. അങ്ങനെ അശ്വത്ഥാമാവിന് പകവീട്ടാൻ സാധിച്ചില്ല. ദുര്യോധനന്റെ സന്തോഷത്തിനും തന്റെ അച്ഛനെ കൊന്നതിനെ പകവീട്ടാനുമായി 18-ാം ദിവസം രാത്രി കൗരവ പക്ഷത്ത് ബാക്കിയുണ്ടായിരുന്നത് വെറും 3 പേർ മാത്രമാണ്, കൃതവർമാവും കൃപനും അശ്വത്ഥാമാവും. അങ്ങനെ പാണ്ഡവ കുടീരങ്ങളിലേക്ക് പോയി. ഒരു കുടീരത്തിൽ ദൃഷ്ടദ്യുമ്നനും 32 വേറെ പടയാളികളും. ആ 32 പടയാളികളിൽ 5 പാണ്ഡവരുടെയും 5 പുത്രന്മാരുണ്ടായിരുന്നു. ആ പുത്രന്മാരടക്കം ദൃഷ്ടദ്യുമ്നനെയും അശ്വത്ഥാമാവ് കൈകൊണ്ടടിച്ചു കൊന്നു.
തന്നെ കൊല്ലുമ്പോൾ ദൃഷ്ടദ്യുമ്നൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ആയുധം കൊണ്ട് കൊല്ലു, അല്ലെങ്കിൽ തനിക്ക് വീരസ്വർഗം കിട്ടുകയില്ലെന്ന്. അപ്പോൾ അശ്വത്ഥാമാവ് വിചാരിച്ചു, തന്റെ അച്ഛനെ കൊന്ന ഇവന് എന്തിനാണ് വീരസ്വർഗം എന്ന് പറഞ്ഞ് കൈകൊണ്ട് ഇടിച്ചു തന്നെയാണ് ദൃഷ്ടദ്യുമ്നനെ കൊന്നത്. അങ്ങനെ അശ്വത്ഥാമാവിൽ നിന്ന് രക്ഷപ്പെട്ട കുറെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി ഓടിയെങ്കിലും അവരെല്ലാം കൃപനും കൃതവർമാവും കൂടി ശരങ്ങൾ അയച്ചു കൊന്നു. അങ്ങനെ ദ്രുപദനും ദൃഷ്ടദ്യുമ്നനും അടക്കം അവരുടെ വംശം തന്നെ പകുതി മുക്കാലും ഇല്ലാതായിരിക്കുന്നു. ദ്രോണനും മരിച്ചു. ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രതികാരം ഒന്നിനും നല്ലതല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ധീരജിന് നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ആറന്മുളാണ്. ആറന്മുള ഈ വേദിയിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ആരോമൽ CS. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മാന്ത്രികൻ എന്നൊരു കഥയാണ്. ഒരിക്കൽ വിജയനഗരിൽ ഒരു മായാജാലക്കാരൻ വന്നു. അയാൾ കാണിക്കാത്ത മായാജാലങ്ങൾ ഒന്നുമില്ലായിരുന്നു. ചക്രവർത്തിയുടെ ദർബാറിലെത്തി സദസ്യരെ ഞെട്ടിക്കുന്ന പല വിദ്യകളും അയാൾ കാട്ടി. ഒടുവിൽ അയാൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു മാന്ത്രിക വിദ്യ കാണിച്ചു. സ്വന്തം തല ഊരിയെടുത്ത് കയ്യിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതുകണ്ട കൃഷ്ണദേവരായ ചക്രവർത്തി പോലും അമ്പരന്നു. എല്ലാവരും കരഘോഷം മുഴക്കി മാന്ത്രികനെ അഭിനന്ദിച്ചു. വേദിയിൽ ഞെളിഞ്ഞു നിന്ന മാന്ത്രികൻ സദസ്യരെ നോക്കി പറഞ്ഞു, എന്നെ തോൽപ്പിക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഈ രാജ്യത്തിലുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. മത്സരത്തിൽ ഞാൻ തോറ്റാൽ എൻ്റെ തല വെട്ടിയെടുക്കാം. എന്നാൽ എന്നോട് തോൽക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതെന്തും തരേണ്ടി വരും. എന്താ, തയ്യാറാണോ? വിജയനഗരത്തിലെ ജാലവിദ്യക്കാർ തല കുതിച്ച് പതുങ്ങിയിരുന്നു. കൃഷ്ണദേവരായ ചക്രവർത്തി പറഞ്ഞു, വിജയനഗര സാമ്രാജ്യത്തിന്റെ അവസ്ഥ ഇത്രയും പരിതാപകരമാണ്. ഈ അപമാനത്തിൽ നിന്നും നമ്മയെയും നമ്മുടെ രാജ്യത്തെയും രക്ഷിച്ചാൽ അവിടുത്തെ മന്ത്രിയായ തെന്നാലിരാമന് നാം 1000 സ്വർണ്ണ നാണയങ്ങൾ തരാം. തെന്നാലിരാമൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതെ, ശരിയാണ്. കൃഷ്ണദേവരായയുടെ ഒരു മന്ത്രിയാണ് തെന്നാലിരാമൻ. അടിയൻ ഒരു നിമിഷം ആലോചിച്ചോട്ടെ. തെന്നാലിരാമൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. മാതൃക, അങ്ങയുടെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. അവിടുത്തെ മന്ത്രിയായ തെന്നാലിരാമന് മായാജാലമൊന്നും അറിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. മാന്ത്രിക, ഞാൻ കണ്ണടച്ചു ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ണു തുറന്നു ചെയ്യാമോ? തെന്നാലിരാമൻ ചോദിച്ചു. മാന്ത്രികൻ പറഞ്ഞു, എത്ര നിസ്സാരം, കാണിക്കൂ. ശരി, ഞാൻ ചെയ്യാം. തെന്നാലിരാമൻ പറഞ്ഞു. മുളക് പൊടി കൊണ്ടുവരട്ടെ, തെന്നാലിരാമൻ കൽപ്പിച്ചു. മുളക് പൊടി എത്തി. തെന്നാലിരാമൻ തൻ്റെ 2 കണ്ണും അടച്ചു പിടിച്ച് ഓരോ പിടി മുളക് പൊടി വാരി 2 കണ്ണിന് മുകളിൽ ഇട്ടു. അങ്ങനെ കുറേ നേരം അങ്ങനെ നിന്നു. അതിനുശേഷം മുളക് പൊടി തട്ടിക്കളഞ്ഞ് മുഖം കഴുകി. ഞാൻ ഈ ചെയ്തത് ഒന്ന് കണ്ണു തുറന്ന് ചെയ്യൂ, തെന്നാലിരാമൻ മാന്ത്രികനോട് പറഞ്ഞു. അയ്യോ, എനിക്കിത് ചെയ്യാനാവില്ല, എന്നോട് ക്ഷമിക്കണം. എൻ്റെ തലയെടുക്കരുത്. മാന്ത്രികൻ തോറ്റു. തെന്നാലിരാമൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ തലയൊന്നും വേണ്ട. അഹങ്കാരം കാണിക്കാതെ ഈ രാജ്യം വിട്ടുപോയാൽ മതി. മാന്ത്രികൻ പിന്നെ അവിടെ നിന്നില്ല.
ഈ കഥയുടെ ഗുണപാഠം. എന്തെങ്കിലും അറിയാം എന്ന് വെച്ച് അതിൽ അഹങ്കരിക്കാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് അഭിമന്യാണ്. അഭിമന്യനെ ഈ വേദിയിൽ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് അഭിമന്യുവേ. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാകുന്നു. ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സനാതന ധർമ്മത്തിൽ, നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ 2 ഇതിഹാസ പുരാണങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്? അതെ, മഹാഭാരതവും രാമായണവും. അപ്പോ രാമായണത്തിൽ രാമനാണ് മാർഗത്തിന്റെയും ന്യായത്തിന്റെയും മാർഗം നയിക്കുന്നത്. രാവണനാകട്ടെ അധർമ്മമാണ് ചെയ്യുന്നത്. മഹാഭാരതത്തിലാണെങ്കിൽ ശ്രീകൃഷ്ണനും പാണ്ഡവനുമാണ് ധർമ്മത്തിന്റെ പക്ഷം. കൗരവർ ചതിയിലൂടെയാണ് യുദ്ധം ജയിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മഹാഭാരതത്തിൽ ആരൊക്കെയാണ് ഇഷ്ടം? കർണൻ എന്താ അധർമ്മമൊന്നും ചെയ്തിട്ടില്ലേ? കർണൻ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം? ദാനശീലം. അതിന്റെ ഒപ്പം കർണൻ യുദ്ധ സമയത്ത് തെറ്റും അധർമ്മങ്ങളും ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും, എന്താ കൃഷ്ണനും അർജുനും ഒന്നും എന്താ യുദ്ധ സമയത്ത് ചതിയൊന്നും ചെയ്തിട്ടില്ലേ എന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോ അങ്ങനത്തെ ഒരു ചിന്ത മാറ്റാൻ തന്നെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം രാമായണത്തിൽ നിന്ന് ഒരു സന്ദർഭം നോക്കാം. ബാലിവധം. രാമായണത്തിൽ കിഷ്കിന്ധാ കാണ്ഡത്തിലാണ് ബാലിവധം നടക്കുന്നത്. നിങ്ങൾ ബാലി എങ്ങനെ വധിക്കുന്നുള്ള കഥ കേട്ടിട്ടുണ്ടോ? ഞാനതൊന്ന് ചുരുക്കി പറയാം. അപ്പോൾ പണ്ട് കിഷ്കിന്ധയിൽ ബാലി എന്നും സുഗ്രീവൻ എന്നും പേരുള്ള 2 വാനര സഹോദരന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ബാലി ഭയങ്കര ശക്തിശാലിയായിരുന്നു. ദേവന്മാർക്ക് പോലും ബാലിയെ തോൽപ്പിക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു മായാവി രാക്ഷസൻ വന്നിട്ട് ബാലിയെ വെല്ലുവിളിച്ചിട്ട് ബാലിയെ ഒരു ഗുഹയ്ക്കുള്ളിൽ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് നല്ല ഘോരമായ യുദ്ധം ചെയ്യും. അപ്പോൾ തൻ്റെ സഹോദരൻ രാക്ഷസനെ തോൽപ്പിച്ചു വരുന്ന വരെ സുഗ്രീവൻ ഗുഹയുടെ പുറത്ത് കാത്തുനിൽക്കും. പക്ഷെ പെട്ടെന്ന് ഗുഹയുടെ പുറത്തേക്ക് ചുവപ്പ് നിറമുള്ള രക്തം ഒഴുകി വിടുന്നുണ്ട്. അപ്പോൾ രാക്ഷസന്റെ രക്തത്തിന്റെ നിറം വെള്ള നിറമാണ്. അപ്പോൾ ഈ ചുവപ്പ് നിറം ഉള്ള രക്തം ഒഴുകി വരുന്നത് കണ്ടിട്ട് സുഗ്രീവൻ ആകെ ഭയന്നു. കാരണം തൻ്റെ സഹോദരനായ ബാലി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് സുഗ്രീവൻ ആകെ പേടിച്ചു. എന്നിട്ട് ഗുഹയുടെ കവാടം അടച്ചു കളഞ്ഞു. അല്ലെങ്കിൽ മായാവി രാക്ഷസൻ പുറത്ത് വന്നിട്ട് രാജ്യമെല്ലാം നശിപ്പിക്കുന്നു വിചാരിച്ചു. പക്ഷെ അത് ശരിക്കും ബാലി ആയിരുന്നില്ല മരിച്ചിട്ടുള്ളത്. ആ രാക്ഷസൻ തന്നെ മരിക്കുന്നതിന് മുമ്പ് രക്തത്തിന്റെ നിറം മായാശക്തി കൊണ്ട് മാറ്റി കളഞ്ഞതായിരുന്നു. അപ്പോൾ ബാലി സുഗ്രീവനെ തെറ്റിദ്ധരിച്ചു. കാരണം രാജ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഇതിനുള്ളിൽ കൂട്ടിയിട്ടതാണെന്ന് ബാലി വിചാരിച്ചു. അപ്പോൾ സുഗ്രീവന് വേറൊരു നിവൃത്തിയില്ല. സുഗ്രീവൻ വിഷമത്തോടെ കിഷ്കിന്ധയിലേക്ക് തന്നെ പോയി. കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞു. രാജ്യഭാരം സുഗ്രീവനെ ഏറ്റെടുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബാലി ആ ഗുഹയുടെ കവാടം പൊട്ടിച്ചിട്ട് തന്റെ രാജ്യത്തേക്ക് ദേഷ്യത്തോടെ ഓടിപ്പോയി. എന്നിട്ട് സുഗ്രീവന്റെ ഭാര്യനെ അപഹരിച്ചു വെച്ചു. തന്റെ ജ്യേഷ്ഠന്റെ ഭാര്യനെ അപഹരിച്ചു വെച്ചു. സുഗ്രീവനെ ഒരു കാര്യമില്ലാണ്ട് ഒന്നും അറിയാണ്ട് കൊല്ലാനൊരു. സുഗ്രീവൻ പേടിച്ചിട്ട് ഋഷ്യമുഖാചലത്തേക്ക് ഓടി. ഋഷ്യമുഖാചലം എന്താ ഒരു മലമുകളിലേക്ക് ഓടി. ബാലിക്ക് ഒരു ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഋഷ്യമുഖാചലത്തേക്ക് കയറാൻ പറ്റില്ല. കാരണം ബാലി അവിടെ കയറിയ ബാലിയുടെ തല ചിന്നിച്ചിതറി പോകും. അതുകൊണ്ട് സുഗ്രീവൻ അവിടെ തികച്ചും സുരക്ഷിതനായിരുന്നു. അപ്പോൾ വനവാസത്തിനായിട്ട് വന്ന രാമൻ സീതാന്വേഷണത്തിനായി ഋഷ്യമുഖാചലത്തിൽ കൂടെ പോവുമായിരുന്നു. അപ്പോൾ രാമനോട് സുഗ്രീവന് കാര്യമൊക്കെ പറഞ്ഞു. രാമനോട് സഹായം ചോദിച്ചു. രാമൻ ദേഷ്യം വന്നു. കാരണം ജ്യേഷ്ഠന്റെ ഭാര്യയാണ് പിടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ രാമൻ പറഞ്ഞു, നീ ബാലിയെ പോയിട്ട് വെല്ലുവിളിക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് രാമൻ പറഞ്ഞു. അപ്പൊ സുഗ്രീവൻ രാമഭഗവാനുണ്ടെന്നുള്ള വിശ്വാസത്തില് ബാലിനെ പോയിട്ട് വെല്ലുവിളിച്ചു. ബാലി ദേഷ്യത്തോടെ കൊട്ടാരത്തിന്റെ പുറത്തേക്ക് വന്ന് സുഗ്രീവനായിട്ട് യുദ്ധം തുടങ്ങി. അപ്പൊ രാമൻ ഇതൊക്കെ ഒരു മരത്തിന്റെ പുറകിൽ നിന്ന് കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും യുദ്ധം ചെയ്യാൻ വന്നപ്പോ രാമനാകെ ഒരു പ്രശ്നമായി. രണ്ടുപേരും കാണാൻ അശ്വിനി ദേവന്മാരെ പോലെ ഉണ്ട്. ഒരു വ്യത്യാസമില്ല. രണ്ടുപേരെ കാണാൻ ഒരേ മാതിരി. അപ്പൊ സുഗ്രീവന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്.
സുഗ്രീവൻ ഋഷിമുഖാചരത്തിനെ തിരിച്ചോടി. അപ്പോൾ രാമഭഗവാൻ സുഗ്രീവനോട് ക്ഷമ ചോദിച്ചു. രണ്ടുപേരെ കാണാൻ ഒരേ മാതിരിയായിരുന്നു. അപ്പോൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം രാമഭഗവാൻ സുഗ്രീവന്റെ കഴുത്തിൽ ഒരു മാല കെട്ടിക്കൊടുത്തു. വെള്ള കളർ തിളങ്ങുന്ന മാല കെട്ടിക്കൊടുത്തു. ഇപ്രാവശ്യം കൂടി പോയിട്ട് ബാലിനെ വെല്ലുവിളിച്ചു സുഗ്രീവൻ. ബാലി അപ്പോൾ ഇത് കേട്ട് ബാലിയുടെ ഭാര്യയായ താര ബാലിനോട് പറഞ്ഞു, അങ്ങനെ ചെയ്യണ്ട, കാരണം സുഗ്രീവൻ ആരുടെ ബലത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സുഗ്രീവന് പേടിയാവും. കാരണം ഒരു പ്രാവശ്യം അടി കിട്ടിയിട്ട് തിരിച്ചു പോയി, പേടിച്ചിട്ട് ഓടിപ്പോയി. പിന്നെ ഇത് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സുഗ്രീവന്റെ പുറകിൽ ഉണ്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ബാലിക്ക് ശക്തിയുള്ള അഹങ്കാരത്തിൽ ബാലി പറഞ്ഞതൊന്നും കേട്ടില്ല. ബാലി നേരെ സുഗ്രീവനെ വധിക്കാൻ ഒരുങ്ങി. അപ്പോൾ സുഗ്രീവൻ യുദ്ധം ചെയ്യാൻ തുടങ്ങിയതും രാമഭഗവാൻ ഒരു തീക്ഷ്ണമായ ബാണമായിട്ട് ബാലിയെ വധിച്ചു. അപ്പോൾ ബാലി മരിക്കുന്നതിന് മുമ്പേ രാമഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് എന്നെ പുറകിൽ നിന്ന് അമ്പയിലിട്ട് വധിച്ചത്? അങ്ങയ്ക്ക് വേണമെങ്കിൽ ഞാൻ ലങ്ക തന്നെ അങ്ങയുടെ കാലത്തിൽ കൊണ്ടു വയ്ക്കാമായിരുന്നു. അപ്പോൾ രാമഭഗവാൻ ഇതിന് മറുപടി പറഞ്ഞത്, സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയാണ് നീ അപഹരിച്ചു വെച്ചിട്ടുള്ളത്. അതുപോലെ ശക്തിയുണ്ടെന്ന അഹങ്കാരത്തിൽ നീ നിന്റെ ജ്യേഷ്ഠനെ കൊല്ലാൻ നടക്കുന്നു. അപ്പോ ബാലിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ബാലി മരിച്ചുപോയി. അത് കേട്ട് ബാലി മരിച്ചുപോയി. പക്ഷെ ഈ കാരണം പറഞ്ഞ് പലരും രാമനെ തെറ്റിദ്ധരിക്കുന്നു. ഈ സമൂഹം ഈ കാരണമൊക്കെ പറഞ്ഞ് ഓരോരോ തെറ്റിദ്ധരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇതുപോലെ മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് ഒരു സന്ദർഭം കൂടി നോക്കാം. അഭിമന്യുവിന്റെ വധം. അഭിമന്യു എന്ന വീരബാലന്റെ കഥ കേൾക്കാത്ത ആരും തന്നെ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ടാവില്ല. കുരുക്ഷേത്ര യുദ്ധ സമയത്ത് കൗരവ പടയ്ക്ക് അഭിമന്യു ഒരു തലവേദനായി മാറി വരികയായിരുന്നു. അപ്പോൾ ശകുനി ദുര്യോധനോട് പറഞ്ഞു, ഇവൻ നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ഇവനെ കൊല്ലേണ്ടതാണ്. അപ്പോ എല്ലാവർക്കും എന്തായാലും ഒരു കാര്യം അറിയായിരുന്നു, എന്തായാലും ഇവൻ നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. കാരണം കൗരവപടകളെ മുഴുവൻ നശിപ്പിച്ച് അഭിമന്യു മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് എന്തായാലും നേരിട്ടിട്ട് അഭിമന്യുവിനെ യുദ്ധം ചെയ്ത് വധിക്കാൻ സാധിക്കില്ല. അപ്പോൾ ചതിയിലൂടെ തന്നെ കൊല്ലാമെന്ന് തീരുമാനിച്ച് കർണൻ അഭിമന്യുവിന്റെ പുറകിൽ നിന്ന് അമ്പുവില്ല് നശിപ്പിച്ചു. അഭിമന്യു അമ്പുവില്ല് പോയാലെന്ത് തന്റെ വാളെടുത്തിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. വാളെടുത്ത് ആയിരക്കണക്കിന് തലകൾ കൊയ്യാൻ തുടങ്ങി. അപ്പോൾ ദ്രോണർ വാൾ നശിപ്പിച്ചു തുടങ്ങി. പിന്നെ ബോധൻ തന്റെ രഥത്തിന്റെ അശ്വങ്ങളെയും തേരാളിയെ നശിപ്പിച്ചു. എന്നാൽ വിഷ്ണു സുദർശനം കറക്കുന്നത് പോലെ തന്റെ രഥത്തിന്റെ ചക്രം എടുത്ത് അഭിമന്യു പിന്നെയും ആളുകളെ വധിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് അശ്വത്ഥാമാവ് മുമ്പിൽ വന്ന് അഭിമന്യുവിന്റെ രഥത്തിന്റെ ചക്രവും നശിപ്പിച്ചു. രഥത്തിന്റെ ചക്രം പോയാൽ ഗദ എടുത്ത് പിന്നെ അശ്വത്ഥാമാവിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അശ്വത്ഥാമാവിന് ആ ചെറിയ ബാലനോട് യുദ്ധം ചെയ്ത് വയ്യാതെയായി. അപ്പോ ദുശാസനപുത്രൻ മുമ്പിക്ക് വന്നു. അവർ രണ്ടിൽ പിന്നെ ഒരു ഘോരമായ യുദ്ധം തന്നെ നടന്നു. രണ്ടുപേരും ഗദായുദ്ധത്തിന്റെ ഇടയിൽ ഭൂമിയിൽ പതിച്ചു. ദുശാസനപുത്രൻ പെട്ടെന്ന് ചാടി എണീക്കാൻ ശ്രമിക്കുന്ന അഭിമന്യുകുമാരന്റെ തലയിൽ ഗദ വെച്ചടിച്ചു. അങ്ങനെയാണ് അഭിമന്യുകുമാരൻ മരിച്ചത്. ചെയ്യാൻ പറ്റുന്ന എല്ലാ ചതിയും ചെയ്തിട്ടാണ് കൗരവർ അഭിമന്യുവിനെ കൊന്നത്. ഇനി നമുക്ക് ഇതേമാതിരി കർണന്റെ വധം നോക്കാം. കർണന്റെ മരണകാലം എടുക്കുമ്പോൾ കർണൻ പണ്ടൊരു ശാപം കിട്ടിയിരുന്നു. കർണന്റെ മരണകാലം എടുക്കുമ്പോൾ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് കർണന്റെ തേരിന്റെ ചക്രം ഭൂമിയിൽ ആണ്ടുപോകും. അതുപോലെ ഏത് അസ്ത്രം വായിക്കണമെന്നും മറന്നുപോകും. അപ്പോ അങ്ങനെ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് പാണ്ഡവന്മാരെ നേരെ കർണൻ ശരവർഷം വായിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചക്രം ഭൂമിയിൽ ആണ്ടുപോയി. അപ്പോൾ കർണൻ മനസ്സിലായി തന്റെ മരണകാലം എടുക്കുന്നു, ശാപം ഫലിക്കാൻ തുടങ്ങിയത് കർണന് മനസ്സിലായി. പക്ഷേ ശല്യത്തെ വാക്ക് കേട്ട് കർണൻ ശരവർഷം നിർത്തിയില്ല. പാണ്ഡവർക്ക് നേരെ ശരവർഷം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ രഥത്തിന്റെ ചക്രം കൂടുതൽ ഭൂമിയിലേക്ക് ആണ്ടുപോവുകയായിരുന്നു. കർണൻ പാർത്ഥനോട് പറഞ്ഞു, പാർത്ഥ, നീ ഇത് കാണുന്നില്ലേ? എന്റെ രഥത്തിന്റെ ചക്രം ഭൂമിയിൽ ആണ്ടുപോവുകയാണ്. ഇതൊന്ന് പൊക്കിയിട്ട് ശരിയാക്കുന്നവരെ നീ ഒന്ന് ക്ഷമിക്കും.
നീചന്മാരുടെ മാത്രം നീ സ്വീകരിക്കരുത്, ധർമ്മബോധം കൈവിടരുതെന്ന് കർണൻ പാർത്ഥനോട് പറഞ്ഞു. പക്ഷെ ഇതിന് മറുപടി പറഞ്ഞത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. കർണ, നീ പാർത്ഥന് ധർമ്മബോധം പറഞ്ഞു കൊടുക്കേണ്ട. ഏകവസ്ത്രയായ പാഞ്ചാലിയെ കൗരവസഭയിൽ വലിച്ചേച്ചു കൊണ്ടുവന്നപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെയായിരുന്നു? കള്ളച്ചൂത് കളിച്ച് ശകുനി ധർമ്മപുത്രനെ തോൽപ്പിച്ചപ്പോഴും നിന്റെ ധർമ്മബോധം കണ്ടില്ലല്ലോ. നീ അടക്കം പല മഹാരഥന്മാർ ചേർന്ന് അഭിമന്യുകുമാരനെ വധിച്ചപ്പോഴും നിന്റെ ധർമ്മബോധം കണ്ടില്ല. അപ്പോഴൊന്നുമില്ലാത്ത ധർമ്മബോധം നീ അർജുനന് പകർന്നു കൊടുക്കണ്ട എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു. അത് കേട്ട് കർണന് ലജ്ജ തോന്നി. കർണന് മനസ്സിലായി ഇനി എന്തായാലും ഇവരെ ക്ഷമിക്കില്ല. കാരണം ഇത്രയൊക്കെ പറഞ്ഞു, ഇനി എന്തായാലും അർജുനനും കൃഷ്ണനും ക്ഷമിക്കില്ല രഥത്തിന്റെ ചക്രം പൊക്കുന്നത് വരെ. അപ്പോൾ കർണന് മനസ്സിലായി. കർണൻ പിന്നെയും ശരവർഷം തുടങ്ങി. അപ്പോൾ ചില ശരങ്ങൾ അർജുനന്റെ മേൽ തട്ടി. അപ്പോൾ അർജുനൻ തളർന്നു. ആ സമയത്ത് കർണൻ രഥത്തിന്റെ ചക്രം പൊക്കിയിട്ട് വേരാക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ട് കൃഷ്ണൻ അർജുനെ വേഗം തട്ടി വിളിച്ച് കർണവധത്തിന് തയ്യാറാകാൻ പറഞ്ഞു. അർജുനൻ ആഞ്ചലികം എന്ന തീക്ഷ്ണ ബാണം കർണന്റെ കണ്ടത്തെ ലക്ഷ്യമാക്കി അയച്ചു. ഇപ്പൊ ലക്ഷ്യം പിഴച്ചില്ല. കർണന്റെ ശിരത്തിൽ നിന്ന് തല വേറിട്ട് പോയി. അപ്പൊ ഈ കാരണം പറഞ്ഞ് കൃഷ്ണനെ അർജുനെ പലരും തെറ്റിദ്ധരിക്കുന്നു. നമ്മുടെ ഈ സമൂഹത്തിന് ഇപ്പോ കൃഷ്ണനെ അർജുനേക്കാൾ കൂടുതൽ ഇഷ്ടം കർണനെയാണ്. അങ്ങനെ ആകാൻ പാടുണ്ടോ? അഭിമന്യുവിനെ അഭിമന്യുവിനോട് കർണൻ ചെയ്തത് ശരിയാണോ? പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇവിടെ ഇരിക്കുന്ന ചില കുട്ടികൾക്ക് തന്നെ കൂടുതൽ ഇഷ്ടം കർണനെയാണ്. അപ്പോ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ, നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ മഹത്വം കുറഞ്ഞു വരികയാണ്. നമ്മുടെ ഹിന്ദു മതത്തിലൊക്കെ ഗ്രന്ഥങ്ങളുടെയൊക്കെ മഹത്വം മറ്റുള്ള രാജ്യങ്ങളിലേക്കാൾ ഗ്രന്ഥങ്ങളെക്കാൾ വലുതാണ്. വേണമെങ്കിൽ വേദവ്യാസ മഹർഷിയാണ് മഹാഭാരതം എഴുതിയത്. വേണമെങ്കിൽ വ്യാസ മഹർഷിക്ക് മഹാഭാരതത്തില് വില്ലന്മാരും നായകന്മാരൊക്കെ ഉണ്ട്. വേണമെങ്കിൽ കർണൻ ഒരു നല്ല പോരാളിയാണ്. കർണൻ ചെയ്യുന്ന ധർമ്മത്തെ മാത്രം വ്യാസ മഹർഷിക്ക് പ്രചരിക്കാമായിരുന്നു. അല്ലെങ്കിൽ കർണൻ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളെ മാത്രം വ്യാസ മഹർഷിക്ക് പ്രചരിപ്പിക്കാവുന്നു. പക്ഷെ വ്യാസ മഹർഷി അങ്ങനെയല്ല ചെയ്തത്. രണ്ടും തുല്യമായിട്ടാണ് പ്രചരിപ്പിച്ചത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കർണനെയും മറ്റു ചിലരെയുമാണ്. അതുപോലെ നിങ്ങളെല്ലാവരും രാവണന്റെ ഭക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ശിവഭഗവാന് വേണ്ടി ശിവതാണ്ഡവ സ്തോത്രം രചിച്ചു. പക്ഷെ രാവണന്റെ ഭക്തിയല്ല യഥാർത്ഥ ഭക്തി. രാവണൻ പുറമെ ഭക്തി പ്രകടിപ്പിച്ച് 3 ലോകങ്ങളുടെയും നാഥനാവാനാണ് ശ്രമിച്ചത്. പക്ഷേ ഹനുമാൻ രാമഭഗവാനോടുള്ള ഭക്തിയാണ് യഥാർത്ഥ ഭക്തി. ഹനുമാൻ രാമഭഗവാന് വേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു. സീതാന്വേഷണത്തിനായി രാമഭഗവാനെ ഒരുപാട് സഹായിച്ചു. അങ്ങനെയുള്ള നിസ്വാർത്ഥ ഭക്തിയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ സമൂഹം, ഇപ്പോഴത്തെ പുതുതലമുറ കൂടുതൽ പുകഴ്ത്തുന്നത് രാവണന്റെ ഭക്തിയെ കുറിച്ചാണ്. ഹനുമാന്റെ ഭക്തിയെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മഹത്വം തന്നെ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് വീണ്ടെടുക്കുക നമ്മുടെ എല്ലാവരും ചുമതലയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ സർവേശ്വരന്റെ കാലത്തിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അഭിമന്യന് നന്ദി. ഇനി സമയം മാറ്റിവെച്ച് വന്ന പ്രിയപ്പെട്ട മാഷിനും നമ്മുടെ കുട്ടികൾക്കും നന്ദി. പിന്നെ ഈ സഭ ഒരുക്കി വെച്ച നമ്മുടെ കുട്ടികൾക്കും ഞാൻ നന്ദി പറയുന്നു. അതോടെ ശാന്തി പറയാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്.